നമസ്കാരം സുഹൃത്തുക്കളെ, എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്ലോക്ക് അഥവാ ഘടികാരം എന്നുള്ളത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒട്ടുമിക്ക മത്സര പരീക്ഷകളിലും ഒരു ചോദ്യം ഉറപ്പാണ് അല്ലെ. ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കൃത്യസമയം കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ഒരു മൂന്ന് സെറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കൃത്യസമയം വേണം. ചോദ്യം നോക്കിക്കേ. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏത്? ഒന്നിക്കുന്ന കൃത്യസമയമാണ് ചോദ്യം അല്ലെ. ഒന്നിക്കുന്ന സമയവും കൃത്യസമയവും ഒക്കെ എഴുതിയാലും ഒന്ന് തന്നെ വരുള്ളൂ. കാരണം എന്താ? മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന കാര്യമാ പറയുന്നത് അല്ലെ. ഓരോ മണിക്കൂറിലും എത്ര പ്രാവശ്യം മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്നുണ്ട്? ഓരോ മണിക്കൂറിലും ഒരു പ്രാവശ്യം ഒന്നിക്കുന്നുണ്ട്. ഓരോ ദിവസവും എത്ര പ്രാവശ്യം ഒന്നിക്കുന്നുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 22 പ്രാവശ്യം ഒരു ദിവസം മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കും. അത് ഏതൊക്കെ സമയങ്ങളിലായിരിക്കും? ഒരു ഏകദേശം നമ്മൾ നോക്കുവാണെങ്കിൽ 12, 3, 6, 9 എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 12 മണിക്ക്, കൃത്യം 12 മണിക്ക് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കും അല്ലെ. പിന്നെ 1:05 2:10, 3:15 3:15 കറക്റ്റ് ആയിരിക്കില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. കാരണം മണിക്കൂർ സൂചി 1/2 ഡിഗ്രി വെച്ച് നീങ്ങുന്നുണ്ടല്ലോ ഓരോ മിനിറ്റിലും. അങ്ങനെ 5:55 6:30 ശേഷം 7:35 ശേഷം 8:40 ശേഷം 9:45 ശേഷം 10:50 ശേഷം 11:55 ശേഷം ഒന്നിക്കില്ല. കാരണം 12 മണിക്ക് കൃത്യമായി ഒന്നിക്കുന്നത് കൊണ്ട് 11:55 ശേഷം ഒന്നിക്കാതെ ഈ 2 മണിക്കൂർ 11:12 12:1 ഈ 2 മണിക്കൂറും കൂടി കൂട്ടി 12 മണിക്കാണ് ഒന്ന് ഒന്നിക്കുന്നത്. അപ്പൊ ഒന്ന് എണ്ണി നോക്കിക്കേ, ഇത് 11 എണ്ണം ഇല്ലേ? അപ്പൊ ഒരു ദിവസം എത്ര പ്രാവശ്യം എത്ര തവണ ഒന്നിക്കും? 22 തവണ ഒന്നിക്കും. ഒരു ദിവസം 22 തവണ, 2 12 സൈക്കിൾ ഉണ്ടല്ലേ. അപ്പൊ 22 തവണ ഒരു ദിവസം ഇവർ ഒന്നിക്കും. ഇനി നമ്മുടെ ചോദ്യം 3 മണിക്കും 4 മണിക്കും ഇടയിൽ ഒന്നിക്കുന്ന കൃത്യസമയം നമുക്കറിയാം. 3:15 ഒന്നിക്കും എന്നറിയാലേ. ഓപ്ഷൻസിൽ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പൊ ഓപ്ഷൻസുകൾ തരാൻ പോകുന്നത് 3:15 5/11 3:16 4/11 ABCD എന്ന് കൊടുത്താൽ ഇപ്പൊ നമുക്ക് 3 ഓപ്ഷൻ എഴുതാം അല്ലെ. 3:15 9/11 ഈ 3 ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് വിചാരിക്കേ. ഇങ്ങനെ ഓപ്ഷൻസ് തന്നാൽ നമുക്ക് എന്താണെങ്കിലും ഒരു ഓപ്ഷൻ കുത്താൻ പറ്റില്ല. കാരണം നമുക്കറിയുന്നത് ആകെ എന്താണ്? 3:15 ശേഷം ഒന്നിക്കും എന്ന് മാത്രമാണ്. ഇതെല്ലാം 3:15 ശേഷമുള്ള സംഖ്യകളാണ്, സമയങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് കൃത്യസമയം വേണം. കൃത്യസമയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 60A/11. എന്താണ് ഫോർമുല? 60A/11. ഈ A ആരാണ്? ആദ്യ സംഖ്യ, ആദ്യ സമയം. എന്തിന്റെ ഇടയിലാണോ സമയം നോക്കേണ്ടത് അതിലെ ആദ്യ സമയം ആരോ അതാണ് A എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം 3-നും 4-നും ഇടയിലാണെങ്കിൽ സമയം 3-ന് ശേഷം ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ആദ്യമേ 3-ന് ശേഷം എന്നുള്ളത് ഉറപ്പിക്കാം. 3-ന് ശേഷം ഇനി മിനിറ്റ് സൂചി നോക്കിയാൽ മതി. അതിനെന്ത് ചെയ്യണം? 60 ഇൻറ്റു A എന്ന് പറയുന്നത് ഇവിടെ ആരാ? 3 മണിക്കും 4 മണിക്കും ഇടയിൽ, അതായത് 3 എടുക്കാം. അപ്പൊ 180/11. ഇനി നമുക്ക് തരുന്ന ഓപ്ഷൻസ് ഇങ്ങനെ ആയിരിക്കും. ഇത് മിക്സഡ് ഫ്രാക്ഷൻസ് ആണ് അല്ലെ, മിശ്ര ഫ്രാക്ഷൻസ് ആണ്. സോ 180/11 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്തങ്ങ് നോക്കണം. 180നെ 11 കൊണ്ട് ഹരിക്കുക. വേഗം ഒന്ന് ഹരിച്ചു നോക്കിക്കേ. ഇനി ഇതിനെ ഇങ്ങനെ എഴുതും? 16. ആദ്യം എഴുതേണ്ടത് ഇവനെയാണ്. 16 4/11 കണ്ടോ, 4/11. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. അപ്പൊ നമ്മുടെ ഫോർമുല എന്താണ്? 60A/11 എന്നാണ് ഫോർമുല. A എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് ടൈം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഉത്തരം 3:16/16 4/11. ഇതാണ് കൃത്യസമയം. നമുക്ക് എല്ലാവർക്കും 3:15 കഴിഞ്ഞിട്ടാണെന്ന് അറിയാം, പക്ഷെ അത് PSC കാർക്കും അറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സമയം നമുക്ക് തരില്ല.
ഇങ്ങനെ സമയം എല്ലാം 3:15 ശേഷമുള്ള സമയത്തേ ഉള്ളൂ. അപ്പൊ 3:16 4/11 ആയിരിക്കും നമ്മുടെ സമയം. ക്ലിയർ ആണോ? അപ്പൊ ഫോർമുല ഇതാണ് 60A/11. എ എന്ന് പറയുന്നത് ആരായിരിക്കും? ആദ്യത്തെ ടൈം ആയിരിക്കും 3 മണി. ഇനി നമ്മുടെ ചോദ്യം ഇപ്പൊ 9:30 മുതൽ 10 മണിക്കിടയിൽ എന്നാണ് ചോദ്യമെങ്കിൽ, ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ 9:30 പിടിച്ച് 9 ആക്കിക്കോണം. അതിനൊന്ന് റൗണ്ട് ചെയ്ത് 9 to 10 എന്ന സമയം എടുത്തോണം. കാരണം നമുക്കറിയാം 1 മണിക്കൂറിൽ ഒരു പ്രാവശ്യമേ ഇവർ ഒന്നിക്കുന്നുള്ളൂ. അപ്പൊ തരുന്നത് ക്വസ്റ്റ്യനിലുള്ള ആ ടൈമിൽ തന്നെ ആയിരിക്കും. ക്വസ്റ്റ്യനും ഉത്തരവും ഒക്കെ കറക്റ്റ് ആവുകയാണെങ്കിൽ ക്വസ്റ്റ്യനിലുള്ള ടൈമിൽ തന്നെ ആയിരിക്കും നമ്മുടെ ആൻസറും വരിക. അപ്പൊ 9 എന്ന് ആക്കിക്കോണം. ഈ 9:30 9:15 എന്തോ തന്നോട്ടെ, അതിനെ 9 എന്ന് റൗണ്ട് ചെയ്ത് എഴുതിയിട്ട് ആ എയുടെ സ്ഥാനത്ത് 9 ഇട്ടോണം. കേട്ടല്ലോ? ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ടൈം തരുവാണെങ്കിൽ റൗണ്ട് ഒന്നും ചെയ്യേണ്ട, ആ സമയം അങ്ങ് എഴുതുക. അപ്പൊ നമ്മുടെ ഫോർമുല എന്താണ്? 60A/11. എന്തിനുള്ള ഫോർമുലയാണ്? ഒന്നിക്കുന്ന കൃത്യസമയം കാണാൻ. എഴുതിക്കോളൂ, ഒന്നിക്കുന്ന കൃത്യസമയം കാണാൻ 60A/11. എ ആരാണ്? ആദ്യ സമയം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതിലേക്ക്. 10 മണിക്കും 11 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം ഏത്? ചോദ്യം എന്താണ്? 10 മണിക്കും 11 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം ഏത്? ഇതാണ് ചോദ്യം. ഇവിടെ ചോദിക്കുന്നത് നോക്കിയേ, ഇവിടെയും നമ്മുടെ ഫോർമുല 60A/11 തന്നെ. എന്താണ് നമ്മുടെ ഫോർമുല? 60A/11 തന്നെ. പക്ഷെ ഇവിടെ എന്താണ് നോക്കണ്ടേ? 10നും 11നും ഇടയ്ക്കാണല്ലോ. അപ്പൊ 10 കഴിഞ്ഞിട്ടാണെന്ന് നമുക്ക് ഉറപ്പാണേ. അതവിടെ നമുക്ക് എഴുതി വെക്കാം. ഈ എ എന്ന് പറയുന്നത് ആരായിരിക്കും? 10 ആയിരിക്കില്ല. നമ്മുടെ ചോദ്യത്തിലുണ്ട് എതിർദിശ. ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഉത്തരത്തിലേക്ക് വരണ്ടേ. അപ്പൊ 10ന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാ? ക്ലോക്ക് വരച്ച് വേണമെങ്കിൽ നോക്കിക്കോ. 6 3 9 10 ഇവിടെ കിടക്കുന്നത്. അപ്പൊ 10ന് ഓപ്പോസിറ്റ് ആര് വരും? 4 വരും അല്ലെ? 10ന് എതിർദിശയിൽ ആര് വരും? 4 വരും. ആ 4 ആയിരിക്കും ഈ എ എന്ന് പറയുന്ന ആള്. എ ആരായിരിക്കും? ഓപ്പോസിറ്റ്. അതായത് എന്തുകൊണ്ടാ? എതിർദിശയുടെ കാര്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒന്നിക്കുന്ന കാര്യം ചോദിച്ചാൽ മാത്രമേ ആദ്യത്തെ ആളെ എടുക്കണ്ടൂ. എതിർദിശ ചോദിച്ചാൽ ഓപ്പോസിറ്റ് ഉള്ള ആളെ വേണം എടുക്കാൻ. ചില ബുക്കുകളിലൊക്കെ നമ്മൾ കാണാം 60 ± A/11 എന്ന് കാണാം. അതിനേക്കാളും എളുപ്പം ഇതായതുകൊണ്ടാണ്. കാരണം എതിർദിശ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്പോസിറ്റ് എന്നൊരു സെൻസ് നമുക്കുണ്ട് അല്ലെ? അപ്പൊ ആ ഓപ്പോസിറ്റിലുള്ള ആളെ നമുക്ക് എഴുതിയാൽ മതിയല്ലോ. ഇനി ഓപ്പോസിറ്റിലുള്ള ആള് 4 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉത്തരം? 60 × 4/11. ഒന്ന് നോക്കിക്കേ, വേഗം ഒന്ന് നോക്കിക്കേ. 240/11. ഇനി അത് ചെയ്ത് നോക്കാം. 240നെ 11 വെച്ച് നോക്കിക്കേ. 240നെ 2 വെച്ച് 22, ബാക്കി ശിഷ്ടം 2. 1 വെച്ച് നോക്കിയാൽ 20 പോകും, ബാക്കി 9. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 21 9/11 എന്ന് എഴുതാം. അതായത് 10 21 9/11. നമുക്കറിയാം 10ന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആരായിരിക്കും? 10 20നോടനുബന്ധിച്ചായിരിക്കും അല്ലെ? 20നോടനുബന്ധിച്ച് ഒരൊറ്റ മിനിറ്റ് കൂട്ടി 21 9/11 എതിർദിശയിൽ കൃത്യമായി വരുന്നത്. എന്തുകൊണ്ടാ? മണിക്കൂർ സൂചിയൊക്കെ നീങ്ങുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് ഈ ഒരു കൃത്യസമയം പറയേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. 60A/11. എ ആരെടുക്കണം? എതിർദിശ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഉള്ള ആളെ എടുക്കണം. എതിർദിശയിലുള്ള ആളെ എടുത്ത് ഉത്തരം എഴുതുക. 60A/11 നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 21 9/11. ഇത് 10നും 11നും ഇടയ്ക്കാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയി കേട്ടോ. അപ്പൊ ഇത് 10നും 11നും ഇടയ്ക്കാണ്. അപ്പൊ 10 21 9/11 എന്നുള്ളതാണ് നമ്മുടെ കൃത്യമായിട്ട് എതിർദിശയിൽ വന്ന സമയം. 2 മണിക്കൂറും മിനിറ്റ് സൂചിയും എതിർദിശയിൽ വന്ന സമയം. അപ്പൊ ഈ ഫോർമുല എഴുതി വെക്കുക. രണ്ടിടത്തും ഫോർമുല ഒന്നാണ്. എക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ആദ്യ സ്ഥലത്ത് എ ആദ്യമുള്ള സമയമാണ് എടുത്തതെങ്കിൽ എതിർദിശയുടെ കാര്യം വരുമ്പോൾ ആദ്യ സമയത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആളെ വേണം എടുക്കാൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ?
കഴിഞ്ഞ LPUP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LPUP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അടുത്തത് 10 മണിക്കും 11 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ലംബമായി വരുന്ന സമയങ്ങൾ ഏതെല്ലാം? ലംബം എന്ന് പറഞ്ഞാൽ ആരാണ്? 90 ഡിഗ്രി ആണല്ലേ, മട്ട കോണാണ്. ഒരു മണിക്കൂറിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ എത്ര തവണ ലംബമായി വരും? 2 തവണ ലംബമായി വരും. നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കൃത്യം 3 മണിക്ക് ലംബമായി വരും അല്ലെ. അതിനുശേഷം ഈ മിനിറ്റ് സൂചി ഇങ്ങനെ കറങ്ങി ഒരു 3:30 കഴിയുമ്പോൾ വീണ്ടും ലംബമായി വരില്ലേ? ഇങ്ങനെ ഓരോ മണിക്കൂറിലും 2 തവണ ലംബമായി വരും. ആകെ അങ്ങനെ വരാത്തത് 2 മുതൽ 3 മണി വരെയും 8 മുതൽ 9 മണി വരെയുമാണ്. ഇനി മൊത്തം ഒരു ദിവസം അപ്പൊ എത്ര തവണ ലംബമായി വരും? 44 തവണ ലംബമായി വരും. ഇനി ഒന്ന് നോക്കിക്കേ, നമ്മുടെ ചോദ്യം 10നും 11 മണിക്കും ഇടയിൽ. ഇപ്പൊ 2 പ്രാവശ്യം ലംബമായി വരുമല്ലോ. ഇപ്പൊ 2 കൃത്യസമയങ്ങൾ കണ്ടുപിടിക്കണമല്ലോ. അവിടുത്തെ ഫോർമുലയ്ക്ക് വ്യത്യാസമുണ്ട്. 60A ± 3/11 എന്നതാണ് അവിടുത്തെ ഫോർമുല. 60A ± 3/11. ഈ A ആരായിരിക്കും? 10 തന്നെ ആയിരിക്കും. 60A ± 3/11. 60A + 3/11 ചെയ്യണം. 60A - 3/11 ചെയ്യണം. ഇനി മൈനസ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം, ക്ലോക്കിലെ സമയമാണ് കേട്ടോ മൈനസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പൊ ക്ലോക്കിൽ 12 മണി വരെ ഉള്ളൂ. നമ്മൾ പ്ലസ് ചെയ്ത് പോകുമ്പോൾ 13, 14 ഒക്കെ കിട്ടുവാണെങ്കിൽ അത് 1, 2 ആക്കി കണക്കാക്കണം. ക്ലോക്കിലെ സമയമാണ് കേട്ടോ പ്ലസ് മൈനസ് ഒക്കെ ചെയ്യേണ്ടത്. 10നും 11നും ഇടയ്ക്ക് ആയതുകൊണ്ട് നമുക്കറിയാം 10ന് ശേഷമായിരിക്കും അല്ലെ. അപ്പൊ 2 സമയങ്ങൾ നമുക്ക് കിട്ടും, 10ന് ശേഷമായിരിക്കും. ഇനി നോക്കിക്കേ, A എന്ന് പറയുന്നത് ആരായിരിക്കും? 10 ആയിരിക്കും. 10 + 3/11 10 - 3/11 ക്ലിയർ ആണല്ലോ. 10 + 3, 10 കഴിഞ്ഞാൽ 11, 12, 1. 10 + 3 എന്ന് പറഞ്ഞാൽ 11, 12, 1. അപ്പൊ 60 ഇൻറ്റു, നമുക്ക് താഴെ എഴുതാം, 60 ഇൻറ്റു 10 + 3 എന്ന് പറഞ്ഞാൽ ആരാ? 60 ഇൻറ്റു 1/11. 1 മണിയാണല്ലേ. 10 മണിക്ക് ശേഷം 3 മണിക്കൂർ ആഡ് ചെയ്യുമ്പോൾ 10 ഇൻറ്റു 10 + 3 എന്ന് പറഞ്ഞാൽ 1 മണിയാണ്. 10 ഇൻറ്റു 1/11 ചെയ്ത് നോക്കൂട്ടോ വേഗം. ഇനി 10ൽ നിന്ന് 3 കുറച്ചാലോ? 60 ഇൻറ്റു 7 മണിയാണ് അല്ലെ. 7/11. ഇനി ഇത് രണ്ടും നമുക്ക് ചെയ്യാലോ. 60/11 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം. ഈ ഫോർമുല എഴുതി വെക്കുക, ലംബമാകുന്ന ഫോർമുലയാണ് കേട്ടോ. 60/11 നമുക്ക് എളുപ്പമാണ് അല്ലെ. സമയം കിട്ടിയല്ലോ. 5, 5/11. 5 എന്ന് പറയുന്നത് നമ്മുടെ 5 മിനിറ്റ് ആണ് അല്ലെ. 5/11 ഒന്ന് ഓർത്താ മതി. 10 കഴിഞ്ഞ് 10:05 കഴിയുമ്പോഴേക്കും അല്ലെ ലംബമാവുന്നത്. 10:05 കഴിയുമ്പോഴേക്കും ലംബം. 5 കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 10ലേക്ക് എത്തി. ആ ഒരു സമയത്ത് അത് ലംബമാകും. ഇനി അടുത്തത് എന്താണ്? 60 ഇൻറ്റു 7/11. 60 ഇൻറ്റു 7 എന്ന് പറയുമ്പോ 420. 420/11 നോക്കിക്കേ. എത്ര വന്നു? 38. 2/11. അപ്പൊ 2 സമയങ്ങൾ ഏതൊക്കെയാ? നമ്മൾ ഇത്രേ ചെയ്യണ്ടു. 60A ± 3/11. ഈ ഒരു ഫോർമുല പഠിച്ചിരിക്കണം. ലംബമാകുന്നതിന്റെ ഫോർമുലയാണ് 60A ± 3/11. അപ്പോ
ഒന്നിക്കുന്നതിന്റെ ഫോർമുല എന്താണ്? 60a/11. എതിർദിശയിലുള്ള ഫോർമുല എന്താണ്? 60a/11. അവിടെ a ആരാണ്? ഓപ്പോസിറ്റ് ഉള്ള ആളെ വേണം എടുക്കാൻ. ഇവിടെയോ 60a ± 3/11. അത് ലംബമാകുന്ന കേസിൽ. 3 കേസുകളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സംഖ്യകൾ ശീർഷങ്ങളാക്കി എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാൻ സാധിക്കും? ഇതധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരു ക്ലോക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതൊക്കെ സമയങ്ങളിൽ ഒരു സമഭുജ ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും നോക്കുക. അതായത് 2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 6, 3, 8. 12ലും 4ലും 8ലും കൂടിയിട്ട് നമുക്കൊരു സമഭുജ ത്രികോണം വരയ്ക്കാൻ സാധിക്കും. അതായത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 4 ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. 4 ത്രികോണങ്ങൾ വരയ്ക്കാൻ സാധിക്കും. അതിന്റെ സമയങ്ങൾ വേണമെങ്കിൽ പഠിച്ചു വെച്ചോളുക. 12, 4, 8, 2, 10, 6. പിന്നെ അടുത്തത് 1, 9, 5. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കാറില്ല. 11, 7, 3. ഈ ഒരു ചോദ്യം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. ഒരു ക്ലോക്കിലെ സംഖ്യകൾ ശീർഷങ്ങളാക്കി, ശീർഷം എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ്, എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാൻ സാധിക്കും? എത്ര എണ്ണം വരയ്ക്കാൻ സാധിക്കും? 4 സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ പുതിയ ബാച്ചുകളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. K.TET, LP, UP, ജനറൽ PSC ഈ 3 വിഭാഗങ്ങളിലേക്കുള്ള പുതിയ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം PSC എന്നതൊരു സ്വപ്നം മാത്രമാക്കാതെ ഒരു യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് വിളിക്കേണ്ട നമ്പർ 9446537080 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്